നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതൊന്നും ഞാൻ പറയുന്നത്. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. പ്രത്യേക ചില ആളുകളുടെ വീഡിയോ ഉണ്ടല്ലോ വെള്ളാപ്പള്ളിയുടെയും സുരേന്ദ്രന്റെയും. ഞാനത് മനഃപൂർവ്വം നിരന്തരമായിട്ട് വിഷയം പരസ്യം പോലെ പറയുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, മലപ്പുറം ജില്ലയെ ബേസ് ചെയ്തിട്ട് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പലതരം കുപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ജീവിക്കുന്ന ജനതയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടത്തെയും അതുപോലെ തന്നെ കേരളത്തിലൊട്ടാകെയുള്ള മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെമ്മാടികൾ. പറയാതിരിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ പ്രതികരണത്തിന്റെ ഭാഷ ശക്തമാക്കാറില്ല. ഇപ്പോഴും മിനിമമാണ്. കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഇതിനാ ഒരു കലുഷിതമായ അവസ്ഥയിൽ വീണ്ടും കാലുഷ്യം വേണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. പറയാൻ അറിയാണ്ടല്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തറിയോ, ഇത്തരത്തിലുള്ള കാലുഷ്യങ്ങൾ ഒരാവശ്യവുമില്ലാതെ മലപ്പുറത്ത് പോയി കഴിഞ്ഞ് ചായയും വെള്ളവും എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടും. പോയി കഴിച്ചു നോക്കട്ടെ. നോമ്പ് സമയത്ത് ഇത്രയോ നിരവധിയായിട്ടുള്ള ആളുകൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാനും ഇത് പറയാതിരിക്കാൻ വയ്യ. എന്താ കാരണം ചോദിച്ചാൽ എന്റെയും പ്രേക്ഷകർക്ക് ഇത് കാണണം, എനിക്കും കൂടി ഈ ഒരു സമരത്തിൽ പങ്കാളിയാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതെന്താന്ന് വെച്ചാലേ, ഇത് വേറൊന്നുമല്ല, നിലമ്പൂർ ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കിയെടുക്കണം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും അത് വിജയിക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷേ കേരളത്തിൽ ഒട്ടാകെ ഇതിന്റെ അലയൊലികൾ അടങ്ങും. അപ്പൊ ഒന്നും വേണ്ട, നമുക്ക് നോക്കൂ. ഈ വെള്ളാപ്പള്ളി നടേശന്റെ വൃത്തികെട്ട പ്രസ്താവനയെ ചൊല്ലിയിട്ട് യൂത്ത് ലീഗുകാർ എന്റെ അഭിപ്രായത്തിൽ ഒരു അപക്വമായിട്ടൊരു പ്രവർത്തനം നടത്തി. അവിടെ അയാളുടെ കോലം കത്തിച്ചു. ശരിക്കും പറഞ്ഞാല് ഈ വെള്ളാപ്പള്ളി നടേശനും അയാൾക്ക് കുഴലൂത്ത് നടത്തുന്ന ആരോ ആയിക്കോട്ടെ, അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇത്തരം വിഭാഗീയത ശക്തമാകുമെന്നുള്ളതാണ്. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ മുസ്ലിം വിഭാഗം രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ, മുസ്ലിങ്ങൾ ഒന്നിച്ചത് കണ്ടില്ലേ എന്നുകൊണ്ട് ശശികലയെ പോലെ ആളുകൾക്കും അതുപോലെ ഈ മുസ്ലിം വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ചാരിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ഏകോപനം ശക്തമാക്കാമെന്നുള്ള രീതിയിലേക്ക് ആ വിഭാഗീയത വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പന്മാര് ചാടേണ്ട കാര്യമില്ല. അങ്ങനെ ചാടിയത് എന്താണ്ടായി? കൂടുതൽ അത് കലുഷിതമായി. മുതലമടയിലെ SNDP പ്രവർത്തകര് ഈ തങ്ങളുടെയും കോലം കത്തിച്ചു. അവർക്ക് ആവശ്യം എന്താ? ഇവിടെ കാലുഷ്യം ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് നിന്നു കൊടുക്കരുത്. മുസ്ലിം വിഭാഗത്തിനെ പലതരത്തിലുള്ള പീഡിപ്പിക്കലും കഴിഞ്ഞു മാനസികമായിട്ട്. ബാബരി മസ്ജിദ് മുതലെങ്കിൽ തുടങ്ങിയിരിക്കുക, അതിന് മുമ്പും തുടങ്ങിയിരിക്കുക. പലതരത്തിലുള്ള ജിഹാദുകളുടെ നുണ പറഞ്ഞുകൊണ്ട് ആ വിഭാഗത്തിനെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ നോക്കിയിരിക്കുക. എന്ന് വെച്ചാൽ അവരെ രംഗത്തിറക്കിയിട്ട് അവരിൽ നിന്നും ആരോപണങ്ങളും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശികല പറയാറ്, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് നോക്കൂ എന്ന് പറയാറില്ലേ, അതുപോലെ മുസ്ലിങ്ങളെ നോക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സഹോദരൻ, നിങ്ങൾ ഇതിലൊന്നും വീണു പോകരുത്. ഇത് ഗവൺമെന്റ് കേസ് എടുക്കട്ടെ, ഗവൺമെന്റ് നിയമ നടപടി എടുക്കേണ്ടതാണ്. എടുക്കാതിരിക്കണതൊക്കെ അത് അവരുടെ കാര്യം. എടുക്കേണ്ടതാണ്. ഇത്തരം വിഷംവിത്തുകളെ ശരിക്കും ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് നിയമ നടപടികൾ 4 കേസുകൾ എടുത്തു കൊടുത്ത് കഴിഞ്ഞു കോടതിയിൽ. ബാക്കി എന്താവുന്ന വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയം ചെയ്യുന്നത് നമുക്കിടയിലെ വിഭാഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതമൈത്രി സംവിധാനത്തെ തകരാറിലാക്കുകയും വിഭാഗീയത ഉണ്ടാക്കുകയും ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ശരിക്കും ആശാസ്യമല്ല. ഇവനൊക്കെ ഈ ചങ്ങതിയൊക്കെ വെള്ളാപ്പള്ളിയൊക്കെ എന്താ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മറ്റാളമെന്ന് നടക്കണ്ടല്ലോ. എന്താണ് നവോത്ഥാനം അയാൾ അറിയില്ല. നമുക്കൊന്നും പറയാനുള്ള അർഹതയില്ല അയാളെക്കുറിച്ചൊന്നും. എങ്കിലും ഞാൻ പറയാണ് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ വിഭാഗീയത അടിമകളാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് ഭരിച്ചത്. അതിനെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കുക എന്നുള്ളതിന്റെ ബേസിലാണ്. അവർക്ക് ആവശ്യം വോട്ടും ജയവും മാത്രമാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് നിങ്ങൾ ആരും കുടുങ്ങി പോകാതിരിക്കുക. ഈ വൃത്തികെട്ടവന്മാരുടെ വിഷനാവുകളിലേക്ക് നിങ്ങൾ തുറച്ചു നോക്കാതിരിക്കുക. അവരുടെ വായിൽ നിന്നും വിഷങ്ങളെ നിങ്ങൾ ഏറ്റുവാങ്ങിക്കാതിരിക്കുക. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള വിഷജീവികളുടെ വിഷമമിപ്പിക്കുന്ന വാക്കുകൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന പ്രബുദ്ധ സംസ്ഥാനത്തിൽ ഉള്ള പ്രബുദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെയും അതുപോലെ തന്നെ സാമൂഹ്യ ചിന്തകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രാസംഗികരുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഏകോപിച്ചുള്ള പ്രതികരണം വേണ്ടതല്ലേ? എത്ര പേരുടെ വന്നു എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചോളൂ. ഇത് ശരിക്ക് കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ട് വിഭാഗീയതയിലൂടെ നമ്മുടെ മതമൈത്രിയെയും മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉതകുന്നതല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുള്ള പ്രതികരണം കൃത്യമായിട്ട് വരേണ്ടതല്ലേ? വന്നോ? എത്ര പേര് വന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെന്താ അങ്ങനെയുള്ള പ്രശ്നം വരുന്നത്? അതും അല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരട്ടെ. അതല്ല എങ്കിൽ നവോത്ഥാനത്തിലൂടെ നേടിയെടുത്ത കേരളം എന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെയൊക്കെ പ്രാസംഗികരുണ്ടല്ലോ ഇവിടെയൊക്കെ, അവരൊക്കെയാണ് ഈ വിഭാഗീയതയ്ക്ക് അല്ലെങ്കിൽ വിഭാഗീയതയ്ക്ക് ഇരയായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദികൾ. മനുഷ്യ മനസ്സുകളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷം വമിപ്പിച്ചുകൊണ്ട് നമ്മളെ വിഭജിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അവർ പ്രതികരിക്കണം. വളരെ ശക്തമായ പ്രതികരണത്തിലൂടെ ഇത് നിർത്തിയിട്ടില്ല എങ്കിൽ ഇത് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ സർക്കാരിനോട് ഇത്തരം വിഷയങ്ങൾ കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ, അത് തന്ത്രപരമായിട്ട് ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാം, അത്ര ആവശ്യമുള്ളൂ. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ. എന്തെല്ലാം വിഷലിപ്തമായ പ്രസ്താവനകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. പണ്ട് മുതലേ ഉണ്ട്. അത് പോട്ടെ, ഇനി ഇപ്പോഴെങ്കിലും വേണ്ടേ? ഇത് നാശത്തിന് വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത് കർശനമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ നാശത്തിന് ആരാണോ മൗനം പാലിച്ചത് അവരാണ് ഉത്തരവാദികൾ എന്ന് പറയേണ്ടി വരും. എല്ലാ മനുഷ്യന്മാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.